ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് എമർജൻസി ലോണും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തിരഞ്ഞ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ട്രൂ ബാലൻസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് മാർക്കറ്റിൽ ഈ ഒരു പ്ലാറ്റ്ഫോം റൺ ചെയ്യുന്നുണ്ട്. അതായത് 2016 ട്രൂ ബാലൻസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്യുന്നത്. അന്ന് ലോണും കാര്യങ്ങളൊന്നും കൊടുത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 2019 RBIന്റെ അണ്ടറിൽ NBFCയിൽ ഇതിന് ക്രെഡിറ്റ് ലൈസൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതിനെ തുടർന്ന് ഇപ്പോൾ ഇപ്പോൾ ഏകദേശം കുറച്ച് വർഷങ്ങളായിട്ട് ലോണും കാര്യങ്ങളൊക്കെ കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 രീതിയിലൊക്കെ ആയിട്ട് ലോണും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പം നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് ലോണും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ട്രൂ ബാലൻസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ അടുത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ട്രൂ ബാലൻസ് ആപ്ലിക്കേഷനിൽ എങ്ങനെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ലോണിന് അപ്ലൈ ചെയ്യാം എന്ന് വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കുക. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. നിങ്ങൾ ഇതുവരെയായിട്ടും ട്രൂ ബാലൻസ് ആപ്ലിക്കേഷനിൽ സൈനപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സൈനപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ത്രൂ കയറിയിട്ട് നിങ്ങൾ സൈനപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ ട്രൂ ബാലൻസിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുമോ എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും കുറച്ചുകൂടി ഒന്ന് നൈസായിട്ട് സൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സാധാരണ ഈ ഫോൺ പേ അതുപോലെ തന്നെ നമ്മളുടെ ഗൂഗിൾ പേയിലൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് പേ ബിൽസ്, DTH റീചാർജ്, അതുപോലെ ഗ്യാസിൻ്റെ ബിൽസ്, വൈഫൈ, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ വാട്ടർ ബില്ല്, ഇതൊക്കെ നമുക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും ഇതിലൂടെ. പിന്നെ അതുപോലെ പേഴ്സണൽ ലോൺ അപ് ടു 2 lakh വരെയൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും മൊബൈൽ നമ്പറാണ്. അപ്പോൾ മൊബൈൽ നമ്പർ നമുക്കിവിടെ ചൂസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒരു സംഭവം ടിക്ക് ഇടാൻ വേണ്ടിയിട്ടുണ്ട്. ഐ എഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻ, അതെല്ലാത്തിലും ഉള്ളതാണല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ അലോ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, അലോ ചെയ്യുക. അന്നേരം നമ്മുടെ ആ ഒരു മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരും. ഓട്ടോമാറ്റിക്കലി അത് വെരിഫൈ ആയിക്കോളും. പിന്നെ വേറെ നോക്കണ്ട. പിന്നെ നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പാസ്വേഡ് സെറ്റ് ചെയ്യട്ടെ. പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ അല്ലേ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നിങ്ങൾ ഒരു ഊഹം വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇവിടെ SMS, അതുപോലെ തന്നെ ഡിവൈസ് ഇൻഫർമേഷൻ, ലൊക്കേഷൻ, ക്യാമറ, അങ്ങനെ കുറച്ച് പെർമിഷൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഐ എഗ്രി ടു ഓൾ കൊടുക്കുക. എന്നിട്ട് ഇവിടെ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലൊക്കേഷൻ്റെ സംഭവം കൊടുക്കാൻ പറയുന്നുണ്ട്, അത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തിനാണ് കൊടുക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമാണ്. എന്നിരുന്നാലും കുറേ സാധനങ്ങളൊന്നും ആവശ്യമില്ല. എന്തായാലും അവർ പറയുന്ന സാധനങ്ങൾ നമ്മൾ കൊടുത്താലേ ഇത് ഓപ്പൺ ആവുള്ളൂ. അങ്ങനെയുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നോട്ടിഫിക്കേഷൻ പെർമിഷൻ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് താഴെ ഒരു സംഭവം കൂടെ കണ്ടിന്യൂ കൊടുക്കാനുണ്ട്, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ ട്രൂ ബാലൻസിൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ക്യാഷ് ലോണായിട്ടും അതുപോലെ ലെവലപ്പ് ലോണായിട്ടും എടുക്കാൻ സാധിക്കും. ക്യാഷ് ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സിവിൽ സ്കോർ കാര്യങ്ങളൊക്കെ വേണം. സിവിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ലോൺ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രീപെയ്ഡ്, പോസ്റ്റ് പെയ്ഡ്, DTH, ഇലക്ട്രിസിറ്റി, ഗ്യാസ് സിലിണ്ടറിൻ്റെ സംഭവം അതും ഇതൊക്കെ ഉണ്ട്. നമ്മളെ UPI പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്യാഷ് ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ സംഭവങ്ങളൊക്കെ ടിക്കിടാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ജോബ് എന്താണെന്നും നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോയെന്നും പിന്നെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, സംഭവം എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ലോണും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ളത് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നിട്ട് അത് പ്രകാരം നിങ്ങൾ അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ RBI ലൈസൻസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്.
പിന്നെ അതുപോലെ തന്നെ ക്യാഷ് ലോണിൻ്റെ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലെവലപ്പ് ലോൺ ഉണ്ട്. അതായത് നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് ലോണും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെവലപ്പ് ലോൺ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ 2 പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. എന്നിട്ട് എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യാനുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് 3 പ്രൊസീജിയറേ ഉള്ളൂ. ഒന്നാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാൻ കാർഡും ആധാർ കാർഡും നമ്മൾ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ലോണാണ് വേണ്ടതെന്നുള്ളത് നമ്മളത് ചൂസ് ചെയ്യുക, ഏത് പ്ലാനാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. അതായത് നമ്മൾ ടൈം പീരീഡ് കൂടുന്നതനുസരിച്ച് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വിത്തിൻ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് തന്നെ വരുന്നതായിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്ത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് കൊടുത്തു. എന്നിട്ട് ഇവിടെ നമ്മുടെ ആധാർ കാർഡൊക്കെ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. എനിക്ക് വേറൊരു അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കിയാൽ അത് നിങ്ങൾക്കത് മനസ്സിലാവും. നോക്കിക്കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ലെവൽ ലോൺ കാര്യങ്ങളൊക്കെ ആ ഒരു ഇൻട്രസ്റ്റ് ബേസിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നമുക്ക് പേ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. അതായത് നിങ്ങളുടെ UPI വാലറ്റ്, അല്ലെങ്കിൽ ട്രൂ ബാലൻസ് വാലറ്റ് ഇതൊക്കെ ലിങ്ക് ചെയ്യണം. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആ ഫോണിൽ തന്നെ വേണം. നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഫോണിൽ തന്നെ വെച്ചിട്ട് നമ്മൾ വെരിഫൈ ചെയ്യണം. ഇപ്പോൾ ഓട്ടോ വെരിഫൈ ആയില്ലേ, OTP കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. വേറൊരു മൊബൈലിലാണ് നമ്മുടെ ഈ ഒരു സിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വെരിഫൈ ആവില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമുക്കിവിടെ ഏൺ എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് റഫറലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകവും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ മോർ ഡീറ്റെയിൽസിൽ ഇതിൻ്റെ ഹെൽപ്പ് ഡെസ്കും പിന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിനകത്ത് വെട്ടം കൂടുതലായതുകൊണ്ട് നിങ്ങൾക്ക് ചില സംഭവങ്ങളൊക്കെ കണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ലോണിനൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ സേഫ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ച് കൂടുതലായിരിക്കാം. എന്തായാലും നിങ്ങൾ കൂടുതൽ ഡ്യൂറേഷൻ വെക്കാണ്ട് കുറഞ്ഞ ഡ്യൂറേഷൻ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ലോണും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതേപോലുള്ള നല്ല നല്ല ജെന്യൂൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ, ലോൺ എടുക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതൊക്കെ സൈനിങ് ഔട്ട്.